നമ്മൾ വളരെ വലിയ രീതിയിൽ ആരാധിച്ച നടന്മാരുടെ ഉള്ളിലൊക്കെ മറ്റൊരു മുഖമുണ്ട് എന്നുള്ളതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല നടന്മാർക്കെതിരെയും ഇപ്പം പല ആളുകളും, പ്രത്യേകിച്ച് നടിമാരൊക്കെ വന്ന് പ്രതികരണങ്ങൾ നടത്തുകയാണ്. ഇപ്പം ഈ ജുബിത എന്ന് പറഞ്ഞ ഒരു നടി, അവര് മാമുക്കോയ്ക്കെതിരെ പറയുന്നു, ഇടവേള ബാബുവിനെതിരെ പറയുന്നു, അതുപോലെ സാജു കുടിയനെതിരെ പറയുന്നു. ഇവർക്കെതിരെയൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഈ നമ്മുടെ ഇടവേള ബാബു അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ നിന്റെ ശരീരം തരികയാണെങ്കിൽ അമ്മയിൽ അംഗത്വം തരാം, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ തരണം എന്നുള്ള ഒരു കാര്യം ഇടവേള ബാബു എന്ന് പറയുന്ന ഒരാള് ഇങ്ങനെ ഒരു നടിയോട്, ഒരു യുവ നടിയോട് പറഞ്ഞു എന്ന് പറയുന്നത് ഞെട്ടലോടെയാണ് ശരിക്കും ഏവരും കേട്ടത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതാ ഹൈക്കോടതി ഇപ്പൊ ഈ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് എന്ത് നടപടിയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്? ഈ ആളുകളുടെ പേരുകൾ നിങ്ങളുടെ കൈകളിലുണ്ടോ? അതുകൊണ്ട് തന്നെ മുദ്ര വെച്ച കവറിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സമർപ്പിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമൊന്നുമല്ല പുറത്തു വന്നിട്ടുള്ളത്. ഇതിലെ 66 പേജുകളാണെന്ന് തോന്നുന്നു. അത്രയും പേജുകൾ മാറ്റിയിട്ടാണ് മറ്റു കാര്യങ്ങളാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം പ്രമുഖരാരാണ് എന്നുള്ള അത് അറിയാനുള്ള വെമ്പലിലും കാത്തിരിപ്പിലുമാണ് ജനം എന്ന് പറയുന്നത്. ആ പ്രമുഖരിൽ ആരെല്ലാം പെടും? നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ ഒരുപാട് ആരാധിച്ച, നമ്മൾ ചുമരിൽ ചിത്രങ്ങൾ കൊണ്ട് നടക്കുന്ന നടന്മാർ വരെ അതിൽ പെടുമോ എന്ന് ആശങ്കയുമുണ്ട് പലർക്കും. ഗൗതം, എനിക്ക് തോന്നുന്നു എന്നെക്കാളും കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കും ഗൗതം. കുറച്ചുകൂടെ ഇപ്പൊ ന്യൂജൻ ഒക്കെ ഒരാളായതുകൊണ്ട് ഇപ്പൊ മോഹൻലാലിന്റെ ഒരു വീഡിയോ കുറെ നാളുകൾ പ്രചരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് പ്രചരിക്കുന്നുണ്ട്. അതല്ല, നമ്മുടെ ഒരു നേരെ ചൊവ്വ എന്ന് പറയുന്ന മനോരമയുടെ ഒരു പരിപാടിയിൽ അതിന്റെ അവതാരകൻ ചോദിക്കുന്നുണ്ട്, മോഹൻലാലിന് 3000 പെണ്ണുങ്ങൾ കൂടുതൽ മോഹൻലാലിന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ജോണി ലൂക്കോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ മോഹൻലാൽ മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടത് ശരിയല്ല, എന്റെ ജീവിതത്തിൽ അതിൽ കൂടുതൽ പെണ്ണുങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. സത്യത്തിൽ നമ്മളൊക്കെ ഈ തുടക്കം മുതൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ മോഹൻലാലിന്റെ ഒരു പേര് ഉയർന്നു കേട്ടതാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇതിൽ ആദ്യത്തെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് മോഹൻലാലിൻ്റെതായിരിക്കും. കാരണം മോഹൻലാലിന് സ്ത്രീകളുമായുള്ള ഒരു അടുപ്പം, ബന്ധം, ഇതൊക്കെ മലയാള സിനിമയിലും മോഹൻലാലിനെ സ്നേഹിക്കുന്നവർക്കിടയിലും ഒക്കെ വലിയ ചർച്ചയായിട്ടുള്ളതാണ്. സ്ത്രീ വിഷയത്തിൽ മോഹൻലാൽ അല്പം മുന്നിലാണ് എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടത്. അത് എത്രത്തോളം ശരിയാണ്, അത് തെറ്റാണെന്നൊന്നും നമുക്കറിയില്ല. അല്ല, ആ കാര്യത്തിൽ മോഹൻലാൽ തന്നെ അത് ശരിയാണ്. അദ്ദേഹം അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് നേരെ ഓഷോ രജനീഷിലേക്ക് അതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് പറയും സ്ത്രീകളോട് എനിക്ക് താല്പര്യം. അല്ല, മോഹൻലാൽ എപ്പോഴും അതിലൊരു അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ പറയും, ആ മോനെ അങ്ങനെയാണ് മോനെ, നീ കേട്ടത് അങ്ങനെയാണെങ്കിൽ അതാണ് മോനെ ശരി എന്നുള്ള രീതിയിൽ അദ്ദേഹം തനതായ ശൈലിയിൽ അദ്ദേഹം ഒരിക്കലും പിടികൊടുക്കാതെ 3500 അല്ല, സുരേഷ് ഗോപിയോട് മംഗളം അജിത്ത് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ മോഹൻലാലിന്റെ ജീവിതത്തിൽ 3000-ഓളം സ്ത്രീകൾ കടന്നു പോയിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ എത്ര കടന്നു പോയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്, നിങ്ങൾ മോഹൻലാൽ ഇവിടെ ഇരിക്കുമ്പോൾ മോഹൻലാലിനോട് ഇത് ചോദിച്ചാൽ മോഹൻലാൽ പറയും 3000 അല്ല, എൻ്റെ ജീവിതത്തിൽ 5000 സ്ത്രീകൾ കടന്നുപോയി, 5000-ൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാവും ചിലപ്പോൾ. അത് അജിത്ത് കേട്ടത് തെറ്റായിരിക്കാം. പക്ഷെ ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എങ്കിൽ ഓക്കെ, ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അതിന് മറുപടി പറയേണ്ടത് എന്നുള്ളൊരു ചോദ്യം സുരേഷ് ഗോപി ഇവിടെ ചോദിച്ചു വയ്ക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ കേട്ട പേര്, ഒരുപക്ഷെ മമ്മൂട്ടിയുടെ പേര് ഇത്രത്തോളം ഇതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും മോഹൻലാലിന്റെ പേര് സോഷ്യൽ മീഡിയ ഭയങ്കരമായി ആഘോഷിച്ചു. പലരും പറഞ്ഞു മോഹൻലാൽ ഇത്ര ദാരിദ്ര്യമാണോ, മോഹൻലാൽ അത്തരത്തിൽ ആരും മോഹൻലാലിനെതിരെ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. വന്ന സമയത്ത് വില്ലനാണെങ്കിലും പിന്നീട് നായകനായിട്ട് മലയാളിക്ക് ഒരിക്കലും പകരം വയ്ക്കാനും മറക്കാൻ കഴിയാത്ത നിരവധി കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു നടനാണ് അദ്ദേഹം. അഭിനയത്തെ ഒന്നും ആർക്കും ഒരിക്കലും കുറ്റം പറയാൻ പറ്റാത്തൊരു നടനാണ് മോഹൻലാൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് വരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും മോഹൻലാൽ എന്നെ റൂമിലേക്ക് വിളിച്ചെന്നോ, മോഹൻലാൽ എൻ്റെ കഥകിൽ വന്ന് ഇത്ര സമയം തട്ടിയെന്നോ, എൻ്റെ ബെഡ്റൂമിൽ കയറി ഇരുന്നെന്നോ, എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നോ, നിന്റെ ശരീരം വേണമെന്ന് പറഞ്ഞെന്നോ എന്നും ആരും പറഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ ആരും കേട്ടിട്ടില്ല. ഈ കഥകളൊക്കെ പുറത്തു വരുന്നു എന്നുള്ളതല്ലാതെ
ഇതിൽ ഒരു ആധികാരികതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്തെത്തിയതായി നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിൽ ഒരു റിപ്പോർട്ടർ ജൂബിത എന്ന് പറയുന്ന ഒരു ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു നടി, അവർ ഒരു എഴുത്തുകാരി കൂടിയാണ്. അവരോട് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചപ്പോൾ അവർ തുറന്നടിച്ചത് സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലിട്ട് ആരാധിച്ച, ഒരിക്കലും ഇവരെ ഒന്നും പേരുകൾ ഉണ്ടാകില്ല എന്ന് മലയാളികൾ വിചാരിച്ച കുറേ പേരുടെ മാമുക്കോയ, സുധീഷ്, സാജു കൊടിയൻ, ഇടവേള ബാബുവിനെതിരെ നേരത്തെയും പല പരാമർശങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ഒരു മാമുക്കോയയുടെ പേരൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ കണ്ട ഒരു മാമുക്കോയ, അല്ലെങ്കിൽ പറയുന്നതിൽ നമ്മൾ പറയുന്നതല്ല ഇത് ഒരു അനുഭവസ്ഥയായ ഒരു പെൺകുട്ടി പറയുന്നതാണ്. മകളെപ്പോലെ അല്ല മാമുക്കോയയുടെ എന്നോടുള്ള സമീപനം എന്നാണ് പറയുന്നത്. അതുപോലെ സുധീഷ് കാറിൽ കയറാൻ വേണ്ടി വിളിച്ചു. സാജു കൊടിയനായാലും ഇടവേള ബാബു ആയാലും ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ 1.5 ലക്ഷം രൂപ വേണം, ഇല്ലെങ്കിൽ നിന്റെ ശരീരം വേണം. ഒരു സംവിധായകനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ഈ ഒരു സംവിധായകനെ സമീപിച്ചപ്പോൾ ആ സംവിധായകൻ ഈ പെൺകുട്ടിയുടെ ശരീരം വേണമെന്ന് പറഞ്ഞ ആളിനോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയല്ല മറ്റാരെങ്കിലും മതിയോ എന്ന് ചോദിക്കുമ്പോഴും അയാൾ പറയുന്നു, ഇല്ല, എനിക്ക് ഇവളെ തന്നെ വേണം, ഇവളുടെ ശരീരം തന്നെ വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പെണ്ണിൻ്റെ താല്പര്യമില്ലാതെ അവളുടെ ശരീരം മാത്രം മതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നവരല്ല ഒരു പക്ഷേ ആ 15 പേർ, ആ ലിസ്റ്റിലുള്ള 15 പേർ. ഒരു ലോബി നിലനിന്നിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം. തിരുവനന്തപുരത്ത് പണ്ടൊരു നായർ ലോബി സിനിമാ രംഗത്തെ നിയന്ത്രിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലും എത്രത്തോളം ആധികാരികത ഉണ്ട് എന്ന് എനിക്കറിയില്ല. പിന്നീട് അത് ദിലീപ് എന്ന് പറയുന്ന നടൻ സിനിമയിലേക്ക് വന്നതിന് ശേഷം അതിൽ വലിയൊരു മാറ്റമുണ്ടായി. മലയാള സിനിമയെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ സിനിമ നിയന്ത്രിച്ചിരുന്നത്, അതായത് മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരരാജാക്കന്മാരെ വരെ നിയന്ത്രിച്ചിരുന്നത് ദിലീപ് എന്ന ഡോൺ ആയിരുന്നു. തിലകനെ പല സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് ദിലീപ് ആയിരുന്നു എന്നൊക്കെയുള്ള പല വിവരങ്ങളും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പേരുകൾ സത്യത്തിൽ നമ്മളെയൊക്കെ വളരെ അതിശയപ്പെടുന്ന, മാമുക്കോയ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു നടനല്ല, അദ്ദേഹം മരണപ്പെട്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇനി ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം രംഗത്തെത്താം. മരണപ്പെട്ടു പോയ ഒരാൾ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല, ഈ പറയുന്നത് സത്യമാണോ എന്നുള്ളത്. ഇതെന്തായാലും അദ്ദേഹം കുടുംബക്കാരോട് ചർച്ച ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂബിത വെളിപ്പെടുത്തിയത് ഒരുപക്ഷെ അവർ ഇത്രയും പേരുകൾ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ അവരുടെ അനുഭവമായിരിക്കാം അവരെ ഈ തരത്തിൽ വെളിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയും പേരുകൾ നമ്മൾ ഇപ്പോൾ മുകേഷിൻ്റെ പേര്, ഗണേഷിൻ്റെ പേരൊക്കെ ഇതിൽ നമ്മൾ കേട്ടതാണ്. അവരെയൊക്കെ CPM സംരക്ഷിക്കുന്നു. CPMന് വേണ്ട പേരുകൾ ആ 15 പേരിലുണ്ട്. അവരെ സംരക്ഷിക്കാനാണ് ഇത്തരത്തിൽ 2 തവണ CPMന് MLA ആയ ആളാണ് മുകേഷ് എന്ന് പറയുന്നത്. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഗണേഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ CPM ഈ പേരുകൾ മുക്കിയെന്ന് പറയുമ്പോഴേ ഹൈക്കോടതി പറയുന്നുണ്ട്, നിങ്ങൾ ആ മാറ്റിയ 63 പേജുകൾ ഉൾപ്പെടെ വേണം മുദ്രവെച്ച കവറിൽ ഇവിടെ കൊണ്ടെത്തിക്കാൻ, അല്ലാതെ നിങ്ങളുടെ തോന്നിയത് വാസം കാണിക്കാനുള്ളതല്ല എന്ന് ഹൈക്കോടതി താക്കീതും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാത്ത പേരുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ആളുകളായിരിക്കാം ഒരു പക്ഷേ വേട്ടക്കാർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതി പോലും ഇതിലിപ്പോൾ ഇടപെട്ടിരിക്കുന്നു, സർക്കാരിനോട് വിവിധ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എന്തെല്ലാം സംഭവിക്കാമെന്ന് നമുക്ക് ഇതിപ്പോൾ പോലീസിന് വേണമെങ്കിൽ, ഇന്നലെ ഒരു ആൾ പറഞ്ഞതാണ്, പോലീസിന് വേണമെങ്കിൽ ഇതിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം, പരാതി ഒന്നും വേണ്ട. പക്ഷേ പിന്നീട് ഈ FIR ഇട്ട കേസിൽ പരിശോധിച്ചതിന് ശേഷം അതിൽ കഴമ്പില്ല എന്ന് കണ്ടാൽ പോലീസിന് സ്വമേധ FIR റദ്ദാക്കാം. പക്ഷെ പോലീസ് പോലും ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ട് പോലും പോലീസ് പോലും അതിൽ FIR ഇട്ട് കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് പലരും ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹേമ തന്നെ സർക്കാരിനോട് 2020 എന്താണ് ഇതിലെ പൂർണ്ണ രൂപങ്ങൾ, പേരുകൾ നിങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് സർക്കാരിന് തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. അത് ഇരകളുടെ സ്വകാര്യത മാനിച്ചെന്നാണ് അവർ പറയുന്നത്. കാരണം ഇരകൾ ഈ പ്രശ്നം, ഈ ഒരു റിപ്പോർട്ടിൽ ഇവർ എൻക്വയറി നടത്തിയപ്പോൾ തന്നെ ഇരകൾ പറഞ്ഞു, ഞങ്ങളുടെ സ്വകാര്യത മാനിക്കണം, ഞങ്ങളുടെ പേരോ ഞങ്ങൾ പറഞ്ഞവരുടെ പേരോ പുറത്തു വിടരുത് എന്ന് ഇരകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പറയാതിരുന്നാൽ, പുറത്ത് പറയാതിരുന്നാൽ, ഇപ്പോൾ ഗൗതം ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് വയ്ക്കുക, അതൊരു സാങ്കല്പികമാണ്. ഗൗതമാണ് കയറി പിടിച്ചതെന്ന് ആ പെൺകുട്ടി പുറത്ത് പറയാതിരിക്കുന്നത് വരെ ഗൗതം സേഫാണ്. ഗൗതത്തിന്റെ സ്വഭാവം മാറ്റേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും,
എൻ്റെ പേര് വന്നു, ഞാൻ ഇനി കുറച്ചുകൂടി ചിന്തിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കും. ഒരു ഇര വേട്ടക്കാരൻ്റെ പേര് പറയാതിരിക്കുന്നിടത്തോളം കാലം വേട്ടക്കാരൻ എപ്പോഴും സേഫ് തന്നെയാണ്. അതിലിനി എനിക്ക് തോന്നുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. പിന്നെ കോടതി ഇടപെടൽ നടത്തിയത് കൊണ്ട് ചിലപ്പോൾ ഈ വിഷയത്തിൽ പ്രമുഖരല്ലാത്തവരുടെ പേരുകൾ പുറത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാകുമെന്നറിയില്ല. കോടതിയുടെ ഒരു ഇടപെടൽ ഇതിൽ നടത്തിയത് കൊണ്ട് മാത്രം ഒരു പക്ഷേ മലയാള സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മലയാള സിനിമയിൽ ഇത്തരം ദുർഗന്ധങ്ങൾ കാലാകാലങ്ങളായി കൂടിക്കൂടി വരികയാണ്. എന്തായാലും ഈ പേരുകൾ വെളിപ്പെടുത്താതെ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇങ്ങനെ ഒരുപാട് ചൂഷണങ്ങൾ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്നുണ്ടെന്ന് എഴുതി നൽകുന്നതിൽ യാതൊരു കാര്യമില്ല. കറക്റ്റാണത്, അതിലൊരു കാര്യവും ഇല്ല. ഒരു റിപ്പോർട്ട് ഇരയുടെ പേരില്ല, പോട്ടെ ഇരയുടെ പേര് പറയണ്ട, അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് മാത്രം പറഞ്ഞാൽ മതി. ആരാണ് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാലല്ലേ സമൂഹത്തിന് അവരുടെ ആ മുഖം മൂടി മാറ്റി ആ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയൂ. ഇതിപ്പോൾ അത് പറയുന്നില്ല. ഇതിപ്പോൾ ഒരു പെൺകുട്ടി അവൾ ധൈര്യപൂർവ്വം അവളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാം, അവൾ ഇനി സിനിമയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നാമത്തെ കാര്യം ജീവൻ എല്ലാവരും വലിയ അതെ ഈ വലിയ വലിയ നടന്മാർക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കളയില്ലെന്ന് ആര് പറഞ്ഞു? അത്തരം പേടികൾ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് തന്നെ ഇന്റർവ്യൂവിൽ പല മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ നൽകിയല്ലോ. ടേക്ക് ഓഫ്, അതുപോലെ ഉയരെ പോലുള്ള വിജയകരമായിട്ടുള്ള ഒരുപാട് സിനിമകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും വിജയകരമായ സിനിമകൾ ഉണ്ടാകുമ്പോൾ അടുത്ത 5 വർഷത്തേക്ക് പിന്നെ നോക്കണ്ട, ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടു. ശരിയാണ്. പക്ഷേ ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ ജീവന് ഭീഷണി ഉണ്ടാകാം, അറിയില്ല. കാരണം ഇവരുടെയൊക്കെ ബന്ധങ്ങൾ ദിലീപ് എന്ന് പറയുന്ന ഹേമയ്ക്ക് വരെ ജീവന് ഭീഷണി ദിലീപ് എന്ന് പറയുന്ന നടന് അധോലോക ബന്ധമുണ്ട് എന്നൊക്കെ പിന്നീട് പല വാർത്താ മാധ്യമങ്ങൾ ഘോര ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. അത് ദിലീപിനും അവർക്ക് മാത്രമേ അറിയാവൂ. ദിലീപിന് അധോലോക ബന്ധമുണ്ടോ, ദിലീപ് ഡോണാണോ സിനിമയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ജീവിതം, നമ്മളൊക്കെ ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെയൊക്കെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കാനായി ഇറങ്ങുന്നവരാണ്. സിനിമയെ പ്രതീക്ഷിച്ച് വരുന്ന പാഷൻ അപ്പുറം ജീവനോപാധിയായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട് ഇതിൽ. അപ്പം അവരൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതം, തൊഴിൽ നഷ്ടപ്പെട്ടു. പാർവതി തിരുവോത്തിനെ പോലുള്ളവർക്ക് തൊഴിൽ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അവർ അത് തുറന്നു പറഞ്ഞാൽ പിന്നെ അവരൊക്കെ സിനിമയുടെ 7 അയലത്തുണ്ടാകുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോലില്ല. പിന്നെ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ആരൊക്കെയുണ്ടോ നമ്മളൊന്നും ചിന്തിക്കാത്ത വില്ലന്മാരല്ല എന്ന് നമ്മൾ കരുതുന്നവരായിരിക്കും ഇതിൽ യഥാർത്ഥ വില്ലന്മാർ.